ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് CPIM എന്ന MK രാഘവൻ MP 10 ജീപ്പുകൾ തകർത്തു. പോലീസ് സമ്പൂർണ്ണ നിഷ്ക്രിയമാണ്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് NGO യൂണിയൻ പ്രവർത്തകരാണെന്നും MK രാഘവൻ ആരോപിച്ചു. നാളെ കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ വോട്ടർമാരല്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിയന്ത്രിച്ചത്. എന്നാൽ 5000-ഓളം കള്ളവോട്ട് ചെയ്തു. അതുകൂടാതെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ വോട്ടർമാരെ 10000-ഓളം വോട്ടർമാരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. പോലീസ് പൂർണ്ണമായും ഏകപക്ഷീയമായി പ്രവർത്തിച്ചു. സമീർ C. മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുന്നത് നമ്മൾ കുറച്ച് സമയം മുൻപൊക്കെ തത്സമയം കണ്ടതാണ്. കള്ളവോട്ട് ആരോപണം വ്യാപകമായി CPIM കള്ളവോട്ട് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. നാളെ ഇപ്പോൾ അവർ ഹർത്താലിനും ആഹ്വാനം ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? അനുജ സൂചിപ്പിച്ചതുപോലെ രാവിലെ 8 മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. അത് മുതൽ തന്നെ സംഘർഷമായിരുന്നു, നീണ്ടുനിന്ന സംഘർഷമാണ്. അതിനൊടുവിൽ 4 മണിയോടുകൂടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ MK രാഘവൻ MP മാധ്യമങ്ങളെ കണ്ടത്. ആ വേളയിലാണ് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാറുമുണ്ട്. ഒപ്പം KPCC ജനറൽ സെക്രട്ടറി ജയാനന്ദുമുണ്ട്. ഈ 3 പേരാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ആ വേളയിലാണ് ഈ അനിഷ്ട സംഭവങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ വലിയ രീതിയിലുള്ള അക്രമമാണ് പോലീസിന്റെയും അതുപോലെ തന്നെ CPIM പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് UDF ആരോപിക്കുന്നത്. പ്രധാനമായും ഈ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെയാണ് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. 10 ജീപ്പുകൾ തകർത്തു. അതുപോലെ തന്നെ നിരവധി പേർക്ക് KPCC ജനറൽ സെക്രട്ടറി PM നിവാസ് ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നു. അത്തരം സംഭവങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ചെവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അക്രമത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്, ഭരണം പിടിക്കാനുള്ള CPIM ശ്രമം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ ഹർത്താൽ.